ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ TDL ഔറ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് എർത്ത് ബോയിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഫയർ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളും മതി, കുറച്ച് സമയവും മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഒരു ഡിസ്പെൻസർ വേണം, പിന്നെ ഒരു സ്റ്റോൺ കൊപ്രാറ്റ എന്തോ സാധനം വേണം, പിന്നെ ഒരു സ്റ്റോൺ റിപ്പീറ്റർ വേണം, ലിവർ വേണം, സ്റ്റോൺ ഡസ്റ്റ് വേണം. ഇത്ര സാധനം മാത്രം മതി നമുക്കൊരു ഓട്ടോമാറ്റിക് ഫയർ സിസ്റ്റം ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് നമുക്കൊരു ടെസ്റ്റ് വെക്കാം, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കാം, ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കാം. ഓക്കെ, മാറിപ്പോയി. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് ഡിസ്പെൻസർ വായ തുറന്നിരിക്കണ പോലെ മുകളിലോട്ട് വയർന്ന് വെക്കാം. അങ്ങനെ എത്ര വേണമെങ്കിലും വെക്കാം, കൂടിപ്പോയ 4 എണ്ണം. ഞാനിപ്പോൾ ഒരു 3 എണ്ണം വെക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ശേഷം സ്റ്റോൺ ഡസ്റ്റ് വെച്ച് സ്റ്റോൺ ഡസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക. നൈസായിട്ട് അവിടെ ഒരു പുല്ല് കൊടുത്തിട്ട് സ്റ്റോൺ ഡസ്റ്റ് വെച്ച് ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം റിപ്പീറ്ററും വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അയ്യോ, എല്ലാം തെറ്റിപ്പോയി. ഫസ്റ്റ് ഇവിടെ റിപ്പീറ്റർ വെച്ച ശേഷമാണ് സ്റ്റോൺ ഡസ്റ്റ് വെക്കണ്ടേ. എന്നിട്ട് സ്റ്റോൺ ഡസ്റ്റ് ഇങ്ങോട്ട് ലെങ്ത്തിൽ എടുക്കണം. എന്നിട്ട് ഇവിടെ സ്റ്റോൺ പെപ്പറാറ്റർ വെച്ച ശേഷം ഓണാക്കിയ ശേഷം പിന്നെ സ്റ്റോൺ ഡസ്റ്റ് ഒരു സർക്കിൾ മോഷനിലിട്ട് എടുത്ത ശേഷം ലിവർ വെക്കണം. അതിങ്ങനെ വർക്കായി കഴിഞ്ഞാൽ ഇത് റെഡിയായി. പിന്നെ ഞങ്ങൾക്കിവിടെ സ്പീഡ് കുറക്കാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യം ഇട്ടത് മാക്സിമം സ്പീഡ്, ലോ സ്പീഡ്. അപ്പോൾ പതിയെ പോകുള്ളൂ. ഏറ്റവും സ്ലോ, അല്ല, ഏറ്റവും സ്പീഡ്, സോറി. പിന്നിത് ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര സ്പീഡ്. ഞാനിത് വെച്ചാൽ ഇവിടെ ഭയങ്കര സ്പീഡല്ലേ. ഇത് കുറച്ചെങ്കിൽ എടുത്ത് വെക്കാം പതിയെ പൊട്ടും. ഇങ്ങനെ കുറച്ചും കൂടി പിടിപ്പെടും. നമുക്ക് ഏറ്റവും പതിയെ വെക്കാം, മീഡിയം വെക്കാം, ഏറ്റവും സ്പീഡ് വെക്കാം. അതിനുമ്പോൾ തിരുമ്പോയി ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഓർഡറിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ഡൗൺലോട്ടും അങ്ങനെയൊക്കെ പൊട്ടാൻ രീതിയൊക്കെ ഉണ്ട്. അത് നമുക്കൊരു മെക്കാനിക്കലി വെച്ച് കഴിഞ്ഞാൽ നടക്കും. എന്തോ ഒരെണ്ണം പൊട്ടി 2ാമത് 3ാമത് പൊട്ടും, 1 തൊട്ട് 2 3 1 2 3 അങ്ങനെയൊക്കെ പൊട്ടാൻ പറ്റും. പക്ഷേ അങ്ങനെ അവിടെ വെച്ച ശേഷം ഇപ്പം ഇങ്ങനെ പൊട്ടുന്നുണ്ട്. പെട്ടെന്ന് തീർന്നാൽ ഇപ്പോൾ നമുക്ക് രാത്രി ആവാനുള്ള ഓപ്ഷൻ നമുക്ക് ആക്കിയിട്ടില്ല. മോർണിംഗ് തന്നെയാണ് ആക്കിയിരിക്കണേ, അതുകൊണ്ട് നൈറ്റ് ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് ഫയർ വർക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ മൈൻക്രാഫ്റ്റിൻ്റെ ഓരോ വീഡിയോക്ക് ഇനി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ബൈ.